നമ്മൾ പറയുന്നത് പ്ലസ് സൈസിലുള്ള ബ്രൈഡിനെ എങ്ങനെ ബ്രൈഡൽ ഡ്രസ്സ് സെലക്ട് ചെയ്യാമെന്നാണ്. സോ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ലോങ് ലെങ്ത് ഇല്യൂഷൻ അല്ലെങ്കിൽ ലോങ് ഹൈറ്റ് ഇല്യൂഷൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ കളർ സെലക്ട് ചെയ്യുമ്പോൾ സിംഗിൾ മൊണോക്രോമായിട്ട് സെലക്ട് ചെയ്യുക. അതായത് സിംഗിൾ കളറായിട്ട് സെലക്ട് ചെയ്യുക. രണ്ട് കളറൊന്നും ഡിഫറെൻ്റ് ആയിട്ട്, ഇപ്പം ബ്ലൗസ് വേറെ കളർ അല്ലെങ്കിൽ ലെഹങ്കയുടെ സ്കേർട്ട് വേറെ കളർ, അങ്ങനെ ഡിഫറെൻറ്റ് കളർ അല്ലാതെ ഒറ്റ കളറായിട്ട് നമ്മളിതിൽ കാണിച്ചിട്ടുള്ള പോലെ. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ബോഡി പാർട്സ് ഡിവൈഡ് ചെയ്യരുത്. അതായത് നമ്മൾ കോൺട്രാസ്റ്റിംഗ് ദുപ്പട്ട, അതുപോലെ തന്നെ കോൺട്രാസ്റ്റിംഗ് ബ്ലൗസ്, അങ്ങനെ എക്സ്ട്രാ എലമെൻറ്റ്സ് ഒന്നും ഇതുപോലെ പ്ലസ് സൈസ് ഉള്ള ബ്രൈഡ്സ് ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് കട്ടായി പോകും. ഹൈറ്റ് കട്ടാവുന്നതോട് തന്നെ നമ്മുടെ സൈസും ഇൻക്രീസ് ആയിട്ടുള്ള ഒരു ലുക്കായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. സോ ഒരിക്കലും നമ്മൾ ഇങ്ങനെ പ്ലസ് സൈസുള്ള ആൾക്കാർ ഇതുപോലെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലൗസ്, ദുപ്പട്ടാസ്, എക്സ്ട്രാ എലമെൻറ്റ്സ് ഒന്നും ആഡ് ചെയ്യാതെ ശ്രദ്ധിക്കുക. നമ്മൾ ലെഹങ്കയുടെ ഡിസൈൻസ് അല്ലെങ്കിൽ ഗൗണിൻ്റെ ഡിസൈൻസ് ഒക്കെ നോക്കുമ്പോൾ ഹൊറിസോണ്ടൽ ഡിസൈൻസും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡിസൈൻസും ഉണ്ട്. സോ നമ്മൾ കൂടുതലായിട്ട് വെർട്ടിക്കൽ ഡിസൈൻസ് ആണ് ഇങ്ങനെയുള്ള പ്ലസ് സൈസ് ആയിട്ടുള്ള ബ്രൈഡ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കാരണം ഹൊറിസോണ്ടൽ വരുമ്പോൾ നമ്മൾ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്ത് തോന്നും, വെർട്ടിക്കൽ ആകുമ്പോൾ നമുക്ക് ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ടാണ് തോന്നുന്നത്. സോ അങ്ങനെയുള്ള ലെഹങ്കാസ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.